വർഷം 1998. അതായത് ഞാൻ ജനിച്ച വർഷം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നേക്കാളും ഒരാഴ്ച മുന്നേ മലയാളത്തിൽ ഒരു പടം ഇറങ്ങി. വെറൊരു പടമല്ലാട്ടോ, അന്നത്തെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പടം. അതായത് എന്റെ കൂടെ വളർന്നു വന്ന മലയാള ഇൻഡസ്ട്രിയിലെ ഒരു മലയാള സിനിമ. അന്ന് കേരളത്തിലെ തിയേറ്ററുകളിൽ ഏകദേശം 150 ദിവസം കൂടെ പടാട്ടത്. ഞാൻ ജനിച്ച വർഷം ഇറങ്ങിയോണ്ട് തന്നെ ആ സിനിമ തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ആ സിനിമ ആദ്യമായിട്ട് കാണുന്നത് ടിവിയിലാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നടൻ ഭയങ്കരമായിട്ട് കടം കയറി നിൽക്കായിരിക്കും. അവസാനം താൻ ആത്മഹത്യയുടെ വക്കിലാന്ന് അച്ഛനോട് പറയുമ്പോൾ അച്ഛനൊരു മുഴുവൻ കയറെടുത്ത ആൾക്ക് കൊടുക്കുകയും ചെയ്യും. അതോടുകൂടി ആൾ മരിക്കാൻ തീരുമാനിക്കും. അങ്ങനെ മരിക്കാൻ വിചാരിച്ച നായകനെ കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യും. ഈ സീൻ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു മത്സ്യകന്യകനെയും കൊണ്ട് കടലിൽ നിന്ന് ഒരു ബോട്ട് വരൂട്ടാ. അതൊരു ഒന്നൊന്നര സീനാ. അത് കഴിഞ്ഞ് നമ്മൾ ഈ സിനിമയിൽ ചിരിച്ചു കൂട്ടുന്നതിന് കണക്കുണ്ടാവില്ല. ഇനി എത്രയൊക്കെ കാലം കഴിഞ്ഞാലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മലയാളി ചിരിക്കാതിരിക്കില്ല. നമ്മുടെ കൊച്ചിൻ ഹനീഫയും ഹരിശ്രീ അശോകനും ദിലീപൊക്കെ അഴിഞ്ഞാടിയ സിനിമ. സത്യം പറഞ്ഞാൽ എന്റെയൊക്കെ ചെറുപ്പകാലം അടിപൊളിയാക്കിയ ഒരു സിനിമ. ഇന്നത്തെ കാലത്ത് ഏതൊക്കെ സംവിധായകർ വിചാരിച്ചാലും ഇനി അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. മലയാളത്തിലെ എക്കാലത്തെയും കോമഡി സിനിമകളിലെ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ പെടുന്ന സിനിമ നമ്മുടെ സ്വന്തം പഞ്ചാബി ഹൗസ്.